നീ ഇങ്ങനെ പള്ളിയിലിരിക്കണ പോലെ ഇനി ഞാൻ എന്റെ ഡെലിവറി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇവിടെ വന്നിട്ട് ഡോക്ടർ മധുജ മാമിനെ ആയിരുന്നു ഞങ്ങൾ കൺസൾട്ട് ചെയ്തത്. ഞങ്ങൾ തന്നെ പറയായിരുന്നു, എപ്പോഴും ഇവിടെ വന്നിട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ പറയും ആളുകളുടെ ആ ഒരു കേർട്ടസി ഭയങ്കര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു, ശരിക്കും അത് ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് പറയാണ്. പറഞ്ഞിട്ട് പോയാ ആ ഡെലിവറി റൂമിൽ കയറിയ എക്സ്പീരിയൻസ് എന്താ പറഞ്ഞു ത്രൂഔട്ട് ഡെലിവറി ഞാൻ ആളുടെ കൂടെ ഉണ്ടായിരുന്നു. മധുജ മാഡം എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇന്നതുപോലെയാണ് ചെയ്യേണ്ടത്, ഇത്രയും ടൈം ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട്, പാനിക് ആവരുത്. മാഡം എന്നെ കൂടെ തന്നെ ഫുൾ ടൈം കൂടെ നിർത്തി. ഓക്കെ, ആള് വളരെ പെയിനിലായിരുന്നു. ആ സമയത്താണ് എപ്പിഡ്യൂറൽ കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഡോക്ടർ ഷെഡിൻ സാറാണ് നമുക്ക് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തത്. എല്ലാ അർത്ഥത്തിലും ശരിക്കും പെയിൻ ഫ്രീ ആയിരുന്നു. What do you have to say? അവൾ അപ്പത്തേക്ക് എന്റെ തലയിൽ ഒരു മണി ടൈമിലൊക്കെ നേഴ്സ് വന്ന് നമ്മുടെ അടുത്ത്, ഞാൻ ബേബിനെ നോക്കണോ, ബേബിക്ക് ഉറങ്ങുന്നില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ആരും ഉറങ്ങാത്ത പോലെ അല്ല മെറിന് ഉറങ്ങാത്തത്, മെറിന് ഫീഡ് ചെയ്യാനുള്ളതാണ്, ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പൊ കൂടുതൽ കെയർ മെറിന് കൊടുക്കണം. അവിടെ ഇരുന്നിരുന്നവർക്കൊക്കെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. ദൈവം, ഇതൊരു കഥ പോലെ എപ്പിസോഡ്